നമസ്കാരം. ന്യൂസിലൻഡുമായി അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് ഇഷാൻ കിഷനെ തിരിച്ചു വിളിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നത് സഞ്ജുവിന്റെ നെഞ്ചിലെ ഒരു ആക്കം കൂട്ടുന്നു എന്ന് പറയാം. സഞ്ജുവിന്റെ ആരാധകർക്കും അതൊരു സംശയമായി മാറുന്നു. നിലവിൽ KL രാഹുലാണ് ടീമിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ. അതുകൊണ്ട് തന്നെ എടുത്തു നോക്കിയാൽ ബാക്കപ്പ് ആയിട്ടാണ് ഇപ്പോൾ ഇഷാൻ ടീമിലെത്തുക. നേരത്തെ ബാക്കപ്പ് ആയിരുന്ന ഋഷഭ് പന്തിനെ ഒഴിവാക്കിയാണ് വലിയൊരു ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ അദ്ദേഹം ടീമിലേക്ക് മടങ്ങിയെത്തിയത് എന്നതുകൂടി പറയണം. അങ്ങനെ പറയുമ്പോൾ തന്നെ ഇഷാൻ വരുമ്പോഴേക്കും അത് സഞ്ജുവിന്റെ തകർച്ചയ്ക്കയിലേക്കാണ് പോകുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. ഏറെക്കുറെ അവസാനിപ്പിച്ചെന്ന് കരുതിയ അന്താരാഷ്ട്ര കരിയറാണ് ഇഷാൻ ഇപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ അദ്ദേഹം ഉൾപ്പെട്ട് കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ന്യൂസിലൻഡുമായിട്ടുള്ള ഏകദിന പരമ്പരയിലും ഇഷാനെ ഉൾപ്പെടുത്താൻ തന്നെ പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2 വർഷത്തിലേറെയായി തന്നെ ദേശീയ ടീമിന് വേണ്ടി ഒരു മത്സരം പോലും താരം കളിച്ചിട്ടില്ല എന്നുകൂടി പറയണം. ഋഷഭിനെ തഴഞ്ഞ് ഇഷാനെ ഏകദിന ടീമിലേക്ക് എടുക്കാമെങ്കിൽ എന്തുകൊണ്ട് മലയാളി താരമായ സഞ്ജു സാംസനെ പരിഗണിച്ചുകൂടാ എന്നതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇഷാനേക്കാൾ അത് അർഹിക്കുന്നത് അദ്ദേഹമാണെന്ന് തന്നെ പറയാം. ഇതിന്റെ കാരണം എന്താണെന്നും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയിൽ ഇഷാൻ കിഷനെയാണ് ഇന്ത്യൻ ഏകദിന ടീമിൽ അവസരം അർഹിക്കുന്നയാളെന്ന് സഞ്ജു സാംസൺ ആണെന്നുള്ള കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതിൽ ആരാണ് അർഹതയെന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അത്രമാത്രം ഗംഭീരമാണ് ഈ ഫോർമാറ്റിൽ മലയാളി താരത്തിന് റെക്കോർഡുള്ളത്. T20യെ അപേക്ഷിച്ച് ഏകദിനത്തിൽ സഞ്ജു പുലർത്തുന്ന സ്ഥിരതയും അതിശയിപ്പിക്കുന്നതാണ് എന്നതുകൂടി പറയണം. ഇഷാനുമായി താരതമ്യം ചെയ്യുമ്പോൾ നോക്കിയാൽ ഒരുപടി മുകളിലാണ് സഞ്ജുവിന്റെ സ്ഥാനം. ഏകദിനത്തിൽ തന്നെ 24 ഇന്നിംഗ്സുകളിലാണ് ഇഷാൻ കളിച്ചിട്ടുമുള്ളത്. ഇതിൽ ഭൂരിഭാഗവും ഓപ്പണറായിട്ടാണുള്ളത്. കുറച്ച് മത്സരങ്ങളിൽ മാത്രമേ മധ്യനിരയിൽ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യേണ്ടതായി വന്നിട്ടുള്ളൂ. ശരാശരിയിൽ 933 റൺസാണ് ഏകദിനത്തിൽ തന്നെ ഇപ്പോൾ ഇഷാനായി സമ്പാദ്യമുള്ളത്. 102.19 സ്ട്രൈക്ക് റേറ്റോടെയാണിത്. ഒരു ഡബിൾ സെഞ്ചുറിയും 7 50യും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ഡബിൾ ആകട്ടെ ബംഗ്ലാദേശിനെതിരെ തന്നെ ഓപ്പണറായി ഇറങ്ങിയ മത്സരത്തിലും ഉണ്ട് എന്ന് തന്നെ കൃത്യമായി പറയാം. എന്നാൽ സഞ്ജു വെറും 14 ഇന്നിംഗ്സുകൾ മാത്രമേ ഇന്ത്യക്കായി കളിച്ചിട്ടുള്ളൂ എന്നുകൂടി പറയണം. 56.66 എന്ന ഞെട്ടിക്കുന്ന ശരാശരി അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ഇക്കാര്യത്തിൽ സഞ്ജുവിന്റെ അരികിൽ പോലും ഇഷാൻ മാത്രമല്ല KL രാഹുൽ, ഋഷഭ് പന്ത് എന്നിവരെത്തും വരില്ല. 99.6 സ്ട്രൈക്ക് റേറ്റിൽ മലയാളി താരം അടിച്ചെടുത്തത് 510 റൺസാണ്. ഒരു സെഞ്ചുറിയും 3 50കളും ഉൾപ്പെടുന്നു. ഏകദിനത്തിൽ കൃത്യമായ ഒരു ബാറ്റിംഗ് പൊസിഷൻ സഞ്ജുവിന് ലഭിക്കാറില്ല എന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നത് എന്നുകൂടി പറയണം. സഞ്ജുവിനെ മാത്രം കുറ്റം പറയാൻ സാധിക്കില്ല. 3 മുതൽ 6 വരെ പല പൊസിഷനുകളിലും അദ്ദേഹം മാറി മാറി ബാറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ടും 55ന് മുകളിൽ ശരാശരിയോടെ സ്കോർ ചെയ്യുന്നത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്ര ഗംഭീരമായ റെക്കോർഡ് ഉണ്ടായിട്ടും സഞ്ജുവിനെ ഇപ്പോഴും ഇന്ത്യക്ക് ഏകദിനത്തിൽ വേണ്ട എന്നുള്ള കാര്യമാണ് നിരാശാജനകമായി മാറുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. ഇഷാന് ഏകദിനത്തിൽ വീണ്ടും ഒരു അവസരം നൽകാൻ തന്നെ ശരിക്കും പറഞ്ഞാൽ സെലക്ടർമാർ തയ്യാറാണെങ്കിൽ അതിനേക്കാൾ മുമ്പ് ടീമിലേക്ക് വരേണ്ട ഒരാളാണ് സഞ്ജു എന്ന് എടുത്തു പറയണം. അതും വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന് പറയാം. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഏകദിന കരിയറിനെ പറ്റി തന്നെ ആരും മിണ്ടുന്നില്ല എന്നതുകൂടി നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യക്ക് വേണ്ടി സഞ്ജു സാംസൺ അവസാനമായി ഒരു ഏകദിന മത്സരം കളിച്ചത് 2 വർഷങ്ങൾക്ക് മുൻപാണ് എന്നുകൂടി പറയുന്നു. 2023 സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലായിരുന്നു ഇത് സംഭവിച്ചത്.